എന്താടായി കാണിക്കുന്നത്? വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോ? ഇതൊരു തരം ഒളിച്ചോട്ടമാണ്, വീരുത്തം. നിങ്ങൾ പറയുമ്പോഴൊക്കെ ഒരു വിഡ്ഢിയെ പോലെ വേഷം കെട്ടാൻ ഇനി എനിക്കാവില്ല. ഞാൻ പോവാ. എടാ ബാലു, നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. നിന്റെ നന്മ മാത്രമേ ഞങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇവൻ പോയ പിന്നെ നമ്മളെന്തിനാ ഇവിടെ? നമുക്ക് പോടാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടം വിട്ട് പോയാൽ മീരയെ നിനക്ക് മറക്കാനാവും? ഇല്ല, നിനക്കതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. മീരയുടെ മനസ്സിൽ നിന്നോട് സഹതാപം ഉണ്ടാക്കാനാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഞാനും മീരയോട് സംസാരിച്ചു നോക്കി. അവൾ ഇപ്പോഴും ബിനുവിന്റെ ഓർമ്മകളുമായി ഒതുങ്ങി കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ പോലും പോകാതെ അവൾ ഹോസ്റ്റലിൽ തന്നെ കഴിയുന്നത്. മീരയ്ക്ക് ബാലുവിനോട് സഹതാപം തോന്നാൻ ഞങ്ങളൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അതിന് മായയുടെ സഹായം ഞങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വളച്ചു കെട്ടാതെ കാര്യം പറയാം. മീരയെ സ്വന്തമാക്കാൻ കഴിയാത്ത നിരാശയിൽ നാളെ ബാലു ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യേ എന്ന് വെച്ച ബാലു അങ്ങനെ അഭിനയിക്കുന്നു? അല്ല, നമ്മൾ അഭിനയിപ്പിക്കുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മീരയുടെ മനസ്സ് മാറുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മാറും, തീർച്ചയായും മാറും. ഇനി ഒന്നിനും ഞാനില്ല. സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ല, അത് സ്വയം മനസ്സിലുണ്ടാവേണ്ടതാണ്. മീരയ്ക്ക് എന്നോട് അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. എടാ ബാലു, ഈ ഐഡിയ വിജയിച്ചാൽ മീര നിന്റേതാകുമെന്ന് ഒരു സംശയം വേണ്ട. ഹലോ. ആ മായേ, ഞാനാ പൊന്നപ്പൻ. ആ മീരയുണ്ട്, ഞാൻ കൊടുക്കാം. മീരേ. എന്താ ചേച്ചി? നിനക്കൊരു കോൾ ഉണ്ട്. ആരാ? ആ ബാലുവിന്റെ ഫ്രണ്ടാ. നിന്നോട് സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടത്രേ. ദാ പിടിച്ചോ. എനിക്ക് പോകാൻ നേരെ, ഞാൻ പോട്ടെ. അല്ല, ഇത് നിന്റെ ഇരിക്കട്ടെ. ഹലോ മീര, സംഗതി ആകെ കുഴപ്പമാണ് മീര. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്നും പറഞ്ഞ് പണി തീരാത്ത കല്യാൺ ടവേഴ്സിന്റെ മുകളിൽ നിന്ന് ചാടി ചാവാൻ വേണ്ടി ബാലു ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, അങ്ങനെ പറയരുത് മീര. മീരയെ സ്വന്തമാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ ആത്മഹത്യക്ക് തുനിഞ്ഞത്. ഈ അവസ്ഥയിൽ മീര വിചാരിച്ചെങ്കിൽ മാത്രമേ ബാലുവിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ. മീര ഉടനെ ചെന്നില്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്ത് ബാലുവിന്റെ ജീവൻ അപകടത്തിലാവും. മീര, പ്ലീസ് മീര, പ്ലീസ്. എന്തു പറഞ്ഞു? അവള് കട്ട് ചെയ്തു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വേഗം പോണം.